ഇത് മോഹൻലാൽ ഇതിലും നല്ലതായിട്ട് പാടിയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അതുമല്ല, മോഹൻലാൽ ഇവനേക്കാൾ ലുക്കും ഉണ്ട്. ആ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അക്ഷയ് കുമാർ പറഞ്ഞെന്ന് അയാളുടെ മോളെയും കൂടെ കൂട്ടി പോയി മോഹൻലാലിൻ്റെ സിനിമ കാണും. ഇന്ത്യയിൽ അങ്ങനെ കുട്ടികളുടെ ചലച്ചിത്രങ്ങളൊന്നും അധികം പുള്ളി കാണാറില്ല, അല്ല അങ്ങനെയൊന്നും ഇല്ല, കുറവാണ്. അതുകൊണ്ട് ബെറസ് തിയേറ്ററിൽ പോയി കാണുമെന്ന് അക്ഷയ് കുമാർ പറഞ്ഞെന്ന്. എനിക്ക് കുട്ടികളില്ല, എൻ്റെ ഉണ്ടാകുന്ന കുട്ടിയെയും കൊണ്ട് ഞാൻ എപ്പോഴാണെന്ന് വെച്ചാൽ അത് കണ്ടോളാം സാറേ. എനിക്ക് എന്നെ കുട്ടികൾ ഉണ്ടായാൽ അല്ല, ഇനി വേറെ വല്ല കുട്ടികളെ കിട്ടുവാണെങ്കിൽ ഒരു സിനിമ കാണിക്കാൻ കൊണ്ടുപോകാനുള്ള ചാൻസ് കിട്ടിയാൽ അതും ഞാൻ കൊണ്ടുപോയി കാണിക്കാം. അത് മതിയോ? ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പടം എനിക്ക് കാണണമെന്നില്ല, പക്ഷെ കാണേണ്ട ചില ആൾക്കാരൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതൊരു ഇതുവരെ മലയാള സിനിമയിൽ ഇതിനു മുമ്പ് പരീക്ഷിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ പല റിവ്യൂ നിങ്ങൾ കണ്ടിട്ടില്ലേ, പലതരം റിവ്യൂ സിനിമയെപ്പറ്റി കണ്ടിട്ടുണ്ടാവും. എല്ലാം ഞാൻ പറയത്തില്ലേ എന്തുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണാത്തത്, ഈ സിനിമ കാണാതെ അഭിപ്രായം പറയൂ, ലൂസിഫർ അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ്ടൊക്കെ പറയത്തില്ലേ ഇവർ. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം, അതെങ്ങനെയാണ് അങ്ങനെ ചെയ്യുന്നതെന്ന്. അത് നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ പരിപാടിയിൽ നിന്ന് മനസ്സിലാവും. അങ്ങനെ ആയിരിക്കും. ആ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ ഞാൻ പരിപാടി കാണിച്ചു തരാം. ആരൊന്നും വിചാരിക്കരുത്. ഇത് ഈ പറഞ്ഞ ഒരുപാട് പേര്, ഫാൻസ് മാത്രമല്ല പോലീസുകാർ വരെ എന്നോട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ സിനിമ കാണാതൊക്കെയാണ് മോഹൻലാലിൻ്റെ സിനിമകളെ പറ്റി മോശം പറയുന്നത്, പോലീസുകാർ അന്ന് അങ്ങനെയൊക്കെ ചെയ്യാവോ എന്നൊക്കെ. എനിക്കൊന്ന് അവർക്ക് മനസ്സിലായിട്ടില്ലായിരിക്കും. കാരണം വിദ്യാഭ്യാസക്കുറവ് ഇവർക്കൊക്കെ ഉണ്ട്. PSC പരീക്ഷ എഴുതിയിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള വിവരമില്ലാത്തവരുണ്ട്, വിവരമുള്ള പോലീസുകാരുണ്ട്, വിവരമില്ലാത്ത പോലീസുകാരുണ്ട്, കള്ളന്മാരും ഉണ്ട്, അതിനകത്ത് കൈക്കൂലിക്കാരുണ്ട്. ഒരുപാട് കൈക്കൂലി മേടിക്കുന്നു എന്ന് പരാതികളൊക്കെ നമുക്ക് ചില പോലീസ് ഓഫീസേഴ്സിനെ പറ്റിയൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെയൊക്കെ പുറകെ നടന്ന് തെളിവുണ്ടാക്കി അതിനുവേണ്ടി മെനക്കെടാനൊന്നും എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയുള്ളവരെയൊക്കെ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ വീഡിയോ ഒക്കെ ഇട്ട് വളരെ കൃത്യമായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടില്ല, ഇത് അന്ന് കണ്ടില്ല, ഇത് കണ്ടില്ല, ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന പരിപാടിയൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ പോലീസുകാരുടെ ഇടയിൽ ഇങ്ങനെ ഈ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും വിവരമില്ലാത്ത വിദ്യാഭ്യാസം, ഇവിടുത്തെ വിദ്യാഭ്യാസം ഞാനും അതൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, വിദേശത്തൊരു രാജ്യത്ത് ജോലി ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാരോട് ഇടപെടുന്നുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ജോലിയും കാര്യങ്ങളൊക്കെ കുറേയേറെ ചെയ്യുന്നുണ്ട്, പല മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങനത്തെ PSC പരീക്ഷകൾ എഴുതിക്കൊണ്ടിരുന്നിട്ട് ആ ലോക്കൽ ഏരിയയിൽ പിന്നെ കേരളം എന്ന് പറഞ്ഞാൽ ഈ പൊട്ടക്കിണറ്റിലെ തവള എന്ന് പറയുന്നൊരവസ്ഥയുള്ള ജീവിതമല്ല. ബാക്കിയുള്ളവരുടെയൊക്കെ അങ്ങനെയാണ് കൂടുതൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനറിയാനൊക്കെ കഴിയുന്നവരെ ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തൊന്നുമില്ല. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യ അപ്രൂവ് ചെയ്തേക്കുന്ന UN ഹ്യൂമൻ റൈറ്റ്സ് എന്താണെന്ന് ഈ പറഞ്ഞ ആളുകൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയത്തില്ല എപ്പോഴും ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷനിലുണ്ടായ ഒരു ചെറിയ തടസ്സം നേരിട്ടത് ഒരു സിനിമാടൻ കാരണമാണെന്ന് ഉള്ള കാര്യം പറഞ്ഞപ്പോൾ കേസെടുക്കുന്നത്. അവർ ആ സീരിയസ് ഇഷ്യൂ മനസ്സിലാക്കിയിട്ടില്ല. അത് മൊത്തത്തിൽ മനസ്സിലാവാത്തതല്ല, പറഞ്ഞ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാവുന്നവരുണ്ട്, മനസ്സിലായിട്ടും മനസ്സിലാകാതിരിക്കുന്നവരേ ഉള്ളൂ. പക്ഷേ ഈ താഴോട്ടിറങ്ങി വരുമ്പോൾ ഒരു ലെവൽ വരെയുള്ളവർക്ക് അറിയത്തില്ല, ഇത് എന്താണെന്നറിയത്തില്ല. എന്ന് വെച്ചാൽ അവർ മോശം മനുഷ്യരല്ല എന്നു. ഇതിനകത്ത് കുറച്ച് പേര് അവരെന്തോ ഇതൊക്കെ എന്തോ ഭയങ്കര, ഞാൻ അവിടെ ഫോട്ടോ എടുത്ത ആൾക്കാരൊക്കെ ഇല്ല, ഞാൻ പറഞ്ഞില്ല വിവരമില്ലാത്തവന്മാരുണ്ട്.
അതും പ്രശ്നമാണെന്ന് അവർക്കറിയത്തില്ല. അപ്പോൾ ഇവർക്കെതിരെ ഞാൻ പരാതിയും കൊടുത്തു. അവരെന്നെ എന്താ പറയണ്ടേ, ഈ പറഞ്ഞ പോലെ എനിക്കെതിരെ FIR ഇട്ടേക്കുന്നത് ഞാൻ അപമര്യാദയെ പെരുമാറിയതും കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചതൊക്കെയാണ്. അപ്പോൾ ആ അപമര്യാദയായ പെരുമാറ്റം എന്ന് പറയുന്നതിനകത്ത് ഈ വീഡിയോ കണ്ടിട്ടുള്ള ആർക്കും അങ്ങനെ തോന്നിയൊന്നുമില്ല. അത് ചിലപ്പോൾ ഈ പറഞ്ഞ ആളുകൾക്ക് അവർക്ക് മനസ്സിലാവും അവരെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് വിഷമം ഉണ്ടായതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? ചെയ്തപ്പോൾ ഇല്ലാത്തൊരു വിഷമം വേറൊരാൾ പറയുമ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതിന് കുറച്ച് പേര് കൂട്ട് നിന്നിട്ട് നമ്മളെ പറ്റിക്കാൻ ശ്രമിക്കുക, ഇതേപോലെ ഫോട്ടോഗ്രാഫറുടെ ജോലി ചെയ്യുക, ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ പരാതി കൊടുത്തിട്ട് അതിനൊന്നും ഒരു ആക്ഷനും ഇല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതേസമയം ഇതിനകത്തൊന്നും ബന്ധമില്ലാത്ത ഇക്ക വിളിച്ച് പറഞ്ഞപ്പോൾ ഇപ്പം വിളിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന പോലീസ് ഓഫീസറെയൊക്കെ കാണുന്നു. പിറ്റേ ദിവസം എന്നെ ഭീഷണിപ്പെടുന്ന പോലീസ് ഓഫീസർ, അതിനൊന്നും ഇല്ല. നമ്മളിതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നത്, അവിടെയൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്കോട്ട് പോകണം. അവിടെ ആരോ കറപ്റ്റഡായിട്ടുള്ള അത് കഴിഞ്ഞ് അവിടെ നിന്നൊക്കെ സ്ഥലം മാറ്റിയിരുന്നു ഈ പറഞ്ഞ ആളുകളൊക്കെ. നമ്മൾ വരാൻ കുറച്ച ടീമൊക്കെ അവിടെ നിന്ന് പോയി അതിന് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്തോ കുഴപ്പക്കാരാന്ന് പറഞ്ഞാൽ മാറ്റുക, സ്ഥലം മാറ്റി കളിക്കുക. ഇനിയിപ്പോൾ അപ്പുറത്ത് വരുന്ന ഇയാളെ ഈ സ്ഥലം മാറ്റുമ്പോൾ ആൾ മാറുമോ? എനിക്കറിയാം. ഏറ്റവും ചോദിക്കുക ഈ ക്യാരക്ടറൊക്കെ മാറും ആൾക്കാരുടെ. ഈ സ്ഥലം മാറ്റം എന്ന് പറഞ്ഞ പരിപാടി തന്നെ ബോറാ, അല്ല മണ്ടത്തരവാ. ആരുടെ കണ്ണിപ്പൊടിയിടാണ് ഈ സ്ഥലം മാറ്റുന്നത്? ഇവിടെ ഉള്ളവർ അറിഞ്ഞു ഇയാൾ കുഴപ്പക്കാരനാണ്, എന്നാൽ ഇയാൾ കുഴപ്പക്കാരൻ ആണെന്നറിയാത്തൊരു സ്ഥലത്തേക്ക് ഇയാളെ മാറ്റാം. അപ്പോൾ അവിടെ ഉള്ളവർ അറിയത്തില്ലല്ലോ. അപ്പോൾ അവർ അവിടെ കിടന്ന് എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറയുന്ന പരിപാടിയാണ് ഈ സ്ഥലം മാറ്റൽ. പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്നത് എന്തത്? ട്രാൻസ്ഫർ അല്ല ചെയ്യണ്ടേ, പ്രൊമോഷൻ, അതുമല്ല ഡിസ്മിസൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വേണ്ടത്. അല്ലേ പിന്നെ ഇതിൻ്റെ മറ്റു പരിപാടികൾ വേറെ ഉണ്ടല്ലോ. പ്രൊമോഷൻ വിത്ത് സ്ഥലം മാറ്റമുണ്ട്, അങ്ങനെയൊക്കെ പല പരിപാടികളുണ്ട്. ഇതൊക്കെയാണ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് പകരം ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്ന ആളുകൾ, അപ്പോൾ ഈ പറഞ്ഞ ആളുകളുണ്ടല്ലോ, അന്ന് എനിക്ക് എൻ്റെ ഫോട്ടോ എടുത്തവരൊക്കെ എനിക്കറിയാം. വളരെ നിവൃത്തിയിട്ട ജീവിതമായിട്ട് നടക്കുന്ന, അറിവ് കൊണ്ടും വിവരം കൊണ്ടും ഒക്കെ ഒരുപാട് കുറവുള്ള. അപ്പോൾ എനിക്ക് അയാളോട് സംസാരിച്ചാൽ പോലും അയാൾക്ക് ചിലപ്പോൾ പകുതി പോലും മനസ്സിലാകുന്നില്ല ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും. ഒരു 1-2 പേർക്ക് അത് കിട്ടുന്നതല്ലാതെ ബാക്കിയുള്ളവർക്ക് പിടി കിട്ടുന്ന പോലും ഇല്ല. ഞാൻ എപ്പോഴും വേണമെങ്കിലും ഞാൻ ഇവരോട് സംസാരിക്കാം. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ തന്നെ പ്രശ്നങ്ങൾ വേണമെങ്കിൽ ഞാൻ ചെന്നാൽ അതിനകത്ത് ഇരുന്ന് ഞാൻ സംസാരിച്ച് കാണിച്ചത് ഇവർക്കത് മനസ്സിലാകത്തില്ല. കഴിഞ്ഞ ദിവസം ഈ കലൂർ സ്റ്റേഡിയത്തിൻ്റെ അവിടെ വെച്ചിട്ട് പാലാട്ടം സ്റ്റേഷനിൽ നിന്നൊരു പോലീസ് ഓഫീസർ ഒരു വല്ലാത്ത രീതിയിലത്തെ പരിപാടി കാണിക്കുക. അതിനെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ നാണം കിട്ടുന്ന ഞാൻ ഈ ക്യാമറ ഓണാക്കാറില്ല ഇവരൊക്കെ വരുമ്പോൾ. പല പ്രാവശ്യം ഞാൻ ഇവിടെ കണ്ടു, 2 പ്രാവശ്യം ഇതേപോലെ പോലീസുകാരുടെ മണ്ടത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ പമ്പര പിടിത്തങ്ങളാണ് പറയുന്നതെന്ന്. പിന്നെ ഇവർക്ക് ഈ കാക്കി ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് എന്തോന്ന് എനിക്കറിയത്തില്ല. ഒന്നെങ്കിൽ ഇവൻ കുറ്റവാളി, അല്ലെങ്കിൽ ഇവൻ കുറ്റം ചെയ്യാൻ സാധ്യതയുള്ള ഒരാൾ, പിന്നെ അതും അല്ലെങ്കിൽ നമ്മൾ വണങ്ങേണ്ട ആൾ, തൊഴുത് കാണിക്കേണ്ട ആൾ, ഉപദ്രവിക്കേണ്ട ആൾ, ഇങ്ങനത്തെ രീതി മാത്രമേ ഇവർ ഇത് ആൾക്കാരെ കാണുന്നുള്ളൂ. നമ്മളവിടെ നിൽക്കുന്നിടത്ത് വന്നിട്ട് 2 പ്രാവശ്യം ഇവർ കാണിക്കുന്നു ഓടറോ അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ഓടിക്കുകയും ബഹളമൊക്കെ കാണിക്കുകയും ചെയ്യും. അവിടെയൊക്കെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആൾക്കാർ നോക്കിയാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് നോക്കുന്നത്, അല്ലാതെ പോലീസുകാരൊന്നും വന്നുകൊണ്ടല്ല അവർ നോക്കിയതും അവരവിടെ നിന്നതോ അല്ല അവർ എന്തിനും ആയിക്കോട്ടെ. ആരും ഇവരെ ഡിസ്റ്റർബ് ചെയ്യത്തുമില്ല. ഒരു പെണ്ണ് വേറൊരു പെണ്ണിനെ മുടിയെ പിടിച്ച് വലിച്ച സംഭവത്തിന് ഒരു 10-15 പോലീസുകാർ വട്ടം കൂടി എന്നിട്ട് ഇപ്പുറത്തുള്ളവർ അവിടെ ഈ പോലീസ് കൂടിയപ്പോൾ ആൾ വന്നു. അല്ല അവിടുത്തെ ഇഷ്യൂവേ അല്ല, ഒരു ചട്ടിയും പൊട്ടിയിട്ടുണ്ട്, അല്ല ആൾ കൂടിയിട്ടൊന്നുമില്ല, ആ കലാപമോ അക്രമമോ ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് പോലീസുകാരുടെ കൂട്ടം കണ്ടിട്ട് 2 പെണ്ണുങ്ങൾ മുടിയെ പിടിച്ച് ഒരു പെണ്ണിൻ്റെ മുടിയെ പിടിച്ച് വലിച്ചിട്ടുണ്ടായി, ഒരു ചട്ടിയും പൊട്ടിയിട്ടുണ്ട്, ബോംബൊന്നും അല്ല പൊട്ടിയത്. അവിടെ വന്നിട്ട് ഈ പോലീസുകാരൻ പറയുകയാണ് എല്ലാവരും അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് മാറണം അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഞങ്ങളിവിടെ നിന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചാൽ അതിനെന്താ ഇവിടെ നിൽക്കുന്നത്, എന്താ കുഴപ്പം, എന്താ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. ഉടനെ അവിടെ പറഞ്ഞാലല്ല പോലീസിൻ്റെ കൃത്യനിർവഹണത്തിന് തടസ്സം നേരിടുന്നു എന്നൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ ഇത് ഇങ്ങനെയുള്ള സീനിലൊന്നും നിൽക്കുകയാണെങ്കിൽ ഞാൻ മാറി അങ്ങ് പോവും. കാരണം അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർക്ക് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു തോന്നിയാൽ നമ്മൾ ഏതൊരു സ്ഥലത്തും മാന്യത എന്ന് പറയുന്നത് ഓക്കെ എനിക്ക് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തൊരു അയാളുടെ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഞാൻ പറയത്തില്ല ഇപ്പം എന്നോട് മിണ്ടണ്ട എന്ന് പറഞ്ഞാൽ മിണ്ടണ്ട എന്നേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് കയറി അതെന്താ ഇതെന്താന്ന് അത്രയ്ക്ക് അങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനുണ്ട് ഓക്കെ പോവാന്ന് പറയുന്നു. മറ്റേയാൾക്ക് അത്ര ഇത് പിടിക്കത്തില്ല. കാരണം ഈ എന്തോ ഒരു സംഭവം ഈഗോ എന്ന് പറയുന്ന സ്ഥലത്ത് ഹേർട്ട് ഉണ്ടാവും.
അപ്പോൾ ആ ഈഗോ ഹേർട്ട് ചെയ്യും. കാരണം ഈ പറഞ്ഞ ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും സ്വാതന്ത്ര്യമായിട്ട് മനുഷ്യൻ ജീവിക്കേണ്ട സ്ഥലത്ത് അവിടെ അപ്പുറത്തെങ്ങാണ് നടന്ന സംഭവത്തിന് ഇവിടെ നിൽക്കുന്ന ആളോട് ചൂടായാൽ അയാൾ തീർച്ചയായിട്ടും ഇയാളോട് തിരിച്ച് ചോദിക്കണം. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ കൃത്യനിർവഹണത്തിന് തടസ്സം നേരിടും. കാരണം ഇങ്ങനെ ആവശ്യമില്ലാത്തൊരു സ്ഥലത്ത് ഈ പറഞ്ഞ ഓഫീസർ ഇടപെടുമ്പോൾ അത്രയും സമയം പോവുക. മനസ്സിലായില്ലേ? എങ്ങനെ നോക്കിയാലും അവരുടെ കൃത്യനിർവഹണത്തിന് തടസ്സം നേരിടും. കാരണം ഇത് ഇഗ്നോർ ചെയ്ത് പോകാൻ അവിടെ വഴി തടഞ്ഞിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ അതുവഴി പോയാൽ മതി. പക്ഷേ അതിനിടയിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അപ്പുറത്തോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെയും പുള്ളി എന്തൊക്കെയോ പറയുന്നു, എന്തോടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ നീങ്ങേണ്ട ആവശ്യമില്ല, അത് ഏത് രീതിയിലാണെങ്കിലും ഇല്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ, ഇയാളെന്താ ഇങ്ങനെ, ഇയാളിനോട് ഇനിയിപ്പോൾ നമ്മൾ സംസാരിക്കേണ്ടി വരുമോ? അങ്ങനെ വെറുതെ സംസാരിക്കാൻ പറ്റത്തില്ല. വെറുതെ സംസാരിച്ച് ഇവർ വല്ല കള്ളമൊക്കെ പറയുന്ന പരിപാടി നടത്തിയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നമുക്ക് ക്യാമറ ഓണാക്കാം, എന്നിട്ട് ഇനി ആരും ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് ആ ക്യാമറയുടെ മുന്നിൽ സംസാരിക്കാം, ലൈവ് ഇട്ടിട്ട് സംസാരിക്കാം. അല്ലാതെ പറ്റത്തില്ല. കാരണം ഇനി അടുത്ത് എന്താ പറയുകയെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എൻ്റെ അനുഭവത്തിൽ എല്ലായിടത്തും ഞാൻ കണ്ടത് ആകെ ഒരു 2-3 പേര് എന്നെ സഹായിച്ചവരുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഭയങ്കര എന്താ പറയണ്ടേ, അത്യാവശ്യ ഘട്ടത്തിൽ, ഏറ്റവും അത്യാവശ്യ ഘട്ടത്തിൽ പോലീസുകാരൊക്കെ ചിലപ്പോൾ സഹായത്തിന് കാണത്തുള്ളൂ, അതുള്ളതാണ്. പക്ഷേ ഇതേപോലത്തെ ആൾക്കാരാണേ ഉണ്ടല്ലോ, അത് സൂക്ഷിക്കണം നമ്മൾ. അതുകൊണ്ടും അതാണ് ഇതിനകത്ത് എൻ്റെ കൺസേൺ. കാരണം ഇങ്ങനത്തെ ആളുകൾ, ഈ പറഞ്ഞ ഇവിടുത്തെ പോലീസുകാരെന്ന് പറയുന്ന ആൾ കറപ്റ്റഡ് ആണോ മോശക്കാരാണോ നല്ലവനാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്താ പറ്റുക വെച്ചാൽ ഞാൻ മറ്റേ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇയാൾ ചിലപ്പോൾ നല്ല മനുഷ്യനായിരിക്കാം, അയാൾ സാധാരണ ഗതിയിൽ ഇതുപോലെ ആൾ കൂടി വല്ല അലമുണ്ടായിരിക്കാം, പറഞ്ഞായിരിക്കാം, എന്തും ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ പറയാം, ഇത് ഇവരോട് ഇനി സംസാരിക്കുവാണെങ്കിലും ഇടപെടുകയാണെങ്കിലും നമ്മൾ സൂക്ഷിച്ച് ഇടപെടണം. കള്ളന്മാരോട് ഇടപെടുന്ന പോലെ ഇടപെടണം. കാരണം ഇവർ ശരിയല്ല. ഇവർ കള്ളക്കേസ് ഉണ്ടാക്കുന്നുണ്ട്, കള്ളത്തരങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുക, ഒത്തിരി പരിപാടികൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന പരാതി തെറ്റിച്ചെഴുതുക, നമ്മൾ പറഞ്ഞ കാര്യം ഏറ്റവും എംഫസൈസ് ചെയ്ത കാര്യങ്ങൾ വിട്ടുപോകുന്നു. തോക്ക്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി അത് അങ്ങനത്തെ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ പല കരുതലുകൾ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പോലീസുകാർ ഇടപെടുമ്പോഴാണെന്ന് ഓർത്തോണം, വേറൊരു രാജ്യത്തും ഇങ്ങനൊരു ഗതികേട് ആൾക്കാർക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈവ് ഇടാം, അല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ ലൈവ് ഇട്ടാൽ എന്താ ചെയ്യാൻ പോകുന്നത്? പുള്ളി കണ്ടിട്ട് നമ്മളോട് മാറാൻ പറയും. ഞങ്ങൾ എന്തിനാണ് മാറുന്നത്? അവിടെ എങ്ങാണ്ട് നടന്നൊരു സംഭവത്തിന് നമ്മൾ ഈ സ്റ്റേഡിയത്തിന് ചുറ്റുപാടുള്ളവർ മാറണോ? അല്ല ഇതിൻ്റെ എത്ര മീറ്റർ അകലെയാണ് മാറേണ്ടത്? ആ ഒരു ചട്ടി പൊട്ടിയതിന് 2 പെണ്ണുങ്ങൾ, ഒരു പെണ്ണിൻ്റെ മുടിയെ വെച്ചിട്ട് നമ്മൾ എത്ര കിലോമീറ്റർ മാറിയിരിക്കണം? അവരുടെ ആ ഓപ്പറേഷന് എന്ത് തടസ്സമാണുള്ളത്? അവിടെ എന്താ ഓപ്പറേഷൻ നടക്കുക? അവർ ഓട്ടോ വിളിച്ച് പോയെന്നാ സമയത്ത് അവർ ഒരു സ്റ്റേഷനിലോട്ട് പോയി, അവർ ഓട്ടോയിൽ പോയി. ഇവരവിടെ നിന്ന് എന്തൊക്കെയോ പിന്നെ ഏണ്ടൊക്കെ ഒപ്പിക്കും. ഇവിടെ CCTV വിഷ്വൽസ് ഉണ്ട്. പിന്നെ മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ ഒരു സാക്ഷിയല്ലേ, ഒത്തിരി പേര് സാക്ഷികളുണ്ടില്ലെന്നല്ല, ഞാനും ഒരു സാക്ഷിയാണ്. ഒരു സാക്ഷി ഓടിക്കാവോ അങ്ങനെ? നമ്മളാരും അവരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കത്തില്ല. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ പോലും നമ്മൾ പോലീസിൻ്റെ സൈഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ പോയി നിന്നിട്ട് ഇവരെ ആക്രമിക്കാനുള്ളൊരു സംഘത്തിൽ ചേരത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് പോലീസുകാരെ ഒരു തരത്തിലും, ഇനിയിപ്പോൾ കറപ്റ്റഡ് ആണെങ്കിൽ പോലും ഒരു പ്രത്യേക സിറ്റുവേഷനിൽ വെച്ച് ഒരു എന്താ പറയണ്ടേ, ആ ഒരു നമ്മളായിട്ട് തന്നെ നമ്മുടെ സേഫ്റ്റിക്ക് നിയോഗിച്ചിട്ടുള്ള ഒരു കൺസേൺ ഉണ്ടല്ലോ, അതിനകത്ത് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായില്ല എന്താ. നമ്മൾ അവരെ തന്നെ തിരിച്ച് അങ്ങോട്ട് ചെന്ന് അടിക്കാൻ പാടില്ല. പക്ഷെ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടായി പോകുന്നത് നമ്മളീ പറയുന്ന സയൻസിൻ്റെ പ്രശ്നമല്ല. മരുന്നുകൾ തെറ്റിച്ച് കൊടുക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടായി, അല്ലേ മരുന്ന് തെറ്റ് കാശുണ്ടാക്കിയ ഡോക്ടർമാരെന്നല്ല പറയേണ്ടവർ, എന്തെങ്കിലും ഒരു ബിസിനസ്സുകാരൻ, അത് ആ ഒരു ശാസ്ത്രത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമല്ല അത്. ശരിക്കും സിസ്റ്റത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവരാണ്. ഈ പറഞ്ഞ കുറച്ച് കറപ്ഷൻ കൂടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ റിലീജിയൻ എങ്ങനെയാണ് അതപ്പതിച്ചത്, അതുപോലെ തന്നെ ഗവൺമെൻറ് അതപ്പതിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മളാരും അങ്ങനത്തെ ആൾക്കാരല്ല. അതൊന്ന്. പിന്നെ ഇത്തിരി പരിപാടിക്ക് ഇത് ഭയങ്കര എമർജൻസി സിറ്റുവേഷനാണെന്ന് വിചാരിക്കുക. അതിനിടയിൽ ഈ പറഞ്ഞ പോലെ ഇത്രയും സമയമൊന്നും കാണേണ്ട കാര്യമില്ല. ഏറ്റവും അത്യാവശ്യം വേണ്ടതോ അത് നടക്കുന്നതിനിടയിൽ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലാണ് ആ പ്രദേശത്ത് പോലും അല്ലാത്ത ആൾക്കാരോടൊക്കെ സംസാരിക്കുന്നത് തന്നെ ടൈം വേസ്റ്റാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നീട് ഇത് പറയുവാന്നിരുന്നു, ഇങ്ങനെ ഇവരെന്താ ഇങ്ങനെ, ഇവരുടെ ശരിക്കും പ്രശ്നം എന്തുവാ? പോരാത്തതിന് ഈ ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ ഒരു മൂലയ്ക്ക് അവിടെ ഒരു ഏരിയ ഉണ്ട്, അവിടെ പോലീസുകാരിരിപ്പുണ്ട് യൂണിഫോമിൽ തന്നെ. ബസ്സിൽ ഒരു ടെമ്പോ ട്രാവലറോ ബസ്സോ വരും,
അതായത് 10-15 പോലീസുകാർ എപ്പോഴും ഡ്യൂട്ടിയിലുണ്ട്. എന്നിട്ട് ഇവർ കറങ്ങുകയൊക്കെ ചെയ്യും ഈ കലൂർ സ്റ്റേഡിയത്തിന് ചുറ്റും. അവരിയ്ക്കുന്നതിൻ്റെ അവരുടെ മുന്നിൽ കിടന്നുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതും കുറച്ച് നേരമായിട്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ കച്ചറ ഉണ്ടാക്കി വഴക്കുണ്ടാക്കി നിൽക്കുന്ന പിള്ളേരാണ്. അത്രയും നേരം മിണ്ടാതിരിക്കുക. ഇവരിത് കാണുന്നുണ്ട്, ഞാനിത് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർഗനൈസ് എന്നാൽ പിന്നെ ഇത് അവരിവിടെ ചെറിയ പരിപാടിയായിരിക്കും, നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, ഇതിനകത്ത് ആരും ഇടപെടുന്നുമില്ല, അവർ കുറച്ച് പേരുണ്ട്. പിന്നെ കാണുന്ന ഈ പെണ്ണിങ്ങോട്ട് വന്നിട്ട് വേറെ പെണ്ണിൻ്റെ മുടിക്ക് പിടിച്ച് വലിക്കുന്ന സീനാണ്. പിന്നെ അറിയുന്നത് അവർ തമ്മിൽ നേരത്തെ ഉണ്ടായ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് അപ്പോൾ അത്രയും പോലീസുകാരോട് വായും പൊളിച്ചിരുന്നത്? അവർക്ക് ഈ ആൾ കൂടുതൽ പോകാൻ പറയണ്ടേ? അപ്പോഴല്ലേ പോകണമെന്ന് പറയണ്ടേ? അല്ലാതെ ഇതെല്ലാം കഴിഞ്ഞ് അവിടെയൊക്കെ നിന്ന് ആ സൈഡിൽ നമ്മളപ്പോഴും ആ സൈഡിൽ തന്നെ നിൽക്കുന്നത്. അവിടെ വരെ ഒന്ന് പോയി നോക്കി തിരിച്ച് നമ്മൾ നമ്മുടെ പണിക്ക് പോയി. അവരോടൊക്കെ വന്നിട്ട് പറയാനും എന്തൊരു നാണക്കേടായി പോയത്. എന്തെങ്കിലും ചിന്തിക്കണ്ടേ? ഇവിടെ എന്താ നടന്നത്? അവിടെ നോക്കുമ്പോൾ വേണ്ട 15 പോലീസുകാരായി ഈ 2 പെണ്ണുങ്ങളുടെ കേസിന് വന്നത്. 15 പോലീസുകാർ വന്നില്ല, 4 പോലീസുകാർ വന്നു. അതിനകത്ത് ഒരു വനിതാ പോലീസും വന്നിട്ടുണ്ട്, പെണ്ണുങ്ങളുടെ പ്രശ്നമായതുകൊണ്ട്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം അങ്ങോട്ട് ചോദിക്കാനുള്ളത്, ഈ സ്റ്റേഡിയത്തിൽ ഡ്യൂട്ടി ഇട്ടേക്കുന്ന പോലീസുകാർ എന്തുകൊണ്ട് വനിതാ പോലീസിനെ ഇട്ടിട്ടില്ല? അയാളാണ് ഇൻചാർജ് എങ്കിൽ ഈ വന്ന ആൾ എത്ര വലിയ ഇങ്ങനെ നീ പോടാനാ വാടാ എന്നൊക്കെ പറയുന്ന ആളാണെങ്കിൽ ഈ ഇടപെടാന്ന് വിളിക്കുന്ന നേരത്ത് പ്രശ്നമുണ്ട് കേട്ടോ. അങ്ങനെ ഇടപെടാന്ന് വിളിക്കാൻ പറ്റത്തില്ല ആരെയും കയറി അങ്ങനെ വഴി കാണുന്നവരെല്ലാം. അത് പോലീസിന് അതിനുള്ള റൈറ്റ്സ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു മര്യാദയായിട്ട് മനസ്സിലാക്കാൻ പോലുള്ള ബുദ്ധി ഇവർക്ക് ഇല്ലെന്നുള്ളതാണ് വേറൊരു പ്രശ്നം. അങ്ങനെ ഡ്യൂട്ടിക്ക് ഇടാത്ത എന്താണ്? ഇവിടെ എന്താ പെണ്ണുങ്ങൾ വരുന്ന സ്ഥലം, പെണ്ണും ആണും വരുന്ന സ്ഥലമല്ലേ? അവിടെ എന്തുകൊണ്ടാണ് അവിടെ ഒരു വനിതാ പോലീസ് ഡ്യൂട്ടിക്ക് ഇല്ലാത്തത്? അവിടെ ആ ഫെയിലിയർ ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത്. അതുവരെ ഞാനിത് ശ്രദ്ധിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല, ഞാനത് അങ്ങനെ നോക്കിയില്ല. ഇത് ഞാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് തുടങ്ങിയ സാധനത്തിനകത്ത് അവിടെ നിന്ന് പോലീസിന് അവിടെ നിന്ന് പറഞ്ഞു വിടാവുന്ന സാധനമായിരുന്നിട്ടും കൂടി ആ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടും നാട്ടുകാർ പിടിച്ചു മാറ്റി കഴിഞ്ഞിട്ട് അവർ വരുന്നത് എങ്ങനെ ഇരിക്കണം? എന്നിട്ട് ബാക്കി കണ്ട് മുന്നോട്ട് വന്നു, ഞങ്ങളെന്തോ വലിയ പണി ചെയ്യുമോ, ഞങ്ങളെ പണി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കാൻ വന്നാൽ പരമ പുച്ഛമല്ലേ തോന്നത്തുള്ളൂ ആരോടാണെങ്കിലും, അല്ലേ? അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കറിയത്തില്ല. എനിക്ക് അങ്ങനെ ഞാൻ പുച്ഛിക്കും. ഇതൊക്കെ ഇത്രയും ഫോൾട്ട് ഞാൻ കണ്ടുപിടിച്ചു. ആ നേരം കൊണ്ട് അത്രയും നേരം അവിടെ പരിപാടി നടന്നിട്ടുണ്ട്. ഈ 2 പെണ്ണുങ്ങൾ, ഒരു പെണ്ണ് വേറെ പെണ്ണ് മുടിയെ പിടിച്ച് വലിക്കുന്ന സാഹചര്യത്തിൽ ഇനി പോട്ടെ, ഇവരെ പിടിച്ചുകൊണ്ട് ഇവർ ഈ പോലീസുകാർ ഇത്രയും വലിയ സംഘർഷാവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് നമ്മളെയൊക്കെ ബോധിപ്പിക്കും ഇത് വലിയ സംഘർഷാവസ്ഥ, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്, കൃത്യനിർവഹണം തടസ്സമായിട്ട്. ഈ കൃത്യം നിർവഹിക്കാൻ ഇങ്ങനെ നിൽക്കുന്ന 4 പേര് തടസ്സമാണെങ്കിൽ അത് അവർക്ക് എന്തോ വലിയ കുഴപ്പമുണ്ടെന്ന് വേണം പറയാൻ. അങ്ങനെ അത് എന്നെപ്പോലത്തെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും വേറെ 3 പേരേ ഉള്ളൂ. ഇവർ വലിയ 15 പോലീസുകാർക്ക് വഴി തടഞ്ഞിട്ടില്ല, ഒന്നുമില്ല, സൈഡിൽ നിൽക്കുന്ന ആൾക്കാരോട് പറയും ഞങ്ങൾക്ക് 15 പേർക്ക് നിങ്ങൾ 3 പേര് തടസ്സമാണെന്ന് പറയുന്നത് അതിനകത്തൊക്കെ ലോജിക്കലി ഒരു തരത്തിൽ കോമൺ സെൻസ് നിരക്കാത്ത കാര്യമാണ്. അതും വേറെന്തോ വിഷയം സംസാരിച്ചുകൊണ്ടെങ്കിൽ ഇവരിങ്ങോട്ട് മാറി വന്നതാണ്, അല്ലാതെ സംഭവം നടന്ന അവിടെ അല്ല. കുറച്ച് പേര് ഇങ്ങോട്ട് നീങ്ങി നിന്നപ്പോൾ ഇവിടെ ചോദിക്കാൻ വന്നിട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് പറയാം നിങ്ങൾ ഇവിടുന്ന് പോകാൻ. ഒന്ന് ആലോചിച്ച് നീങ്ങി, അതൊരു നാണക്കേടാണ്. ഇതുപോലെ കുറേ പ്രശ്നങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ് വരുന്നതുകൊണ്ട് കിട്ടാത്ത പലപ്പോഴും ഈ എന്താ പറയുക, പിന്നെ എന്താണ്ടൊരു സംസാരം ഉണ്ടായപ്പോൾ അതിനകത്ത് വീണ്ടും ഒരു കുഴപ്പം കൂടെ ഞങ്ങൾ കണ്ടുപിടിച്ച്, ഈ പറയുന്ന വലിയൊരു സംഘർഷം ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു സംഭവം ഇവരൊരു ചട്ടി പൊട്ടിയത് ബോംബ് പൊട്ടിയതുപോലെയാണ് കാണുന്നത്. ഓരോന്നിനും സിവിയറിറ്റി ഇല്ലേ? അപ്പോൾ അതിനനുസരിച്ച് ഇടപെട്ടാൽ പോരെ. മാത്രമല്ല അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, അവിടെ ആ ഒരു 2 പോലീസുകാർ വരേണ്ട കാര്യത്തിന് 2 പോലീസുകാർ അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി. അവർ ഓട്ടോയിലാണ് പോയത് സ്റ്റേഷനിലോട്ട്, അല്ല അവിടെ അറസ്റ്റ് ഒന്നും നടന്നിട്ടില്ല. അവരെ വിളിപ്പിക്കുക, വരാൻ പറയുക, അവരവിടെ വരും. അതിന് ഒരു ജീപ്പ് 10 എണ്ണം പോട്ടെ. ഈ നിന്ന സമയത്ത് ഈ ഓഫീസർ, സുപ്പീരിയർ ഓഫീസർ ആരാണോ ആ സിറ്റുവേഷനിൽ ഏറ്റവും ഹയസ്റ്റ് പവറുള്ള ആൾ, ഈ ആൾ നമ്മളോട് പറഞ്ഞ സമയത്ത് ശരിക്കും പറയേണ്ടത് എന്നാണെന്നറിയോ? ഈ വട്ടം കൂടിയിരിക്കുന്ന പോലീസുകാരുടെ എണ്ണം ഇവന്മാർ കൂടി നിൽക്കുന്നതുകൊണ്ടാണ് ആൾക്കാർ നോക്കുന്നത് ഇതെന്തുവാന്ന്. അവരോടാണെന്ന് പോകാൻ പറയേണ്ടത്. കാരണം അവർ ഡ്യൂട്ടി ഉണ്ട് അവർക്ക്. അവരുടെ ഡ്യൂട്ടി അല്ലല്ലോ ഇവിടെ വന്ന് ഇപ്പോൾ ഇവർ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അത്രയും നേരം കൊണ്ട് തീരേണ്ട കാര്യത്തിന് അവരെ പിടിച്ചോടെ നിർത്തി സമയം കളഞ്ഞത് ഒരു മണ്ടത്തരമല്ലേ? 2 പെണ്ണുങ്ങൾ, ഒരുത്തി മുടി പിടിച്ച് വലിച്ചു, വേറെ ഒരു ചട്ടി തട്ടി വീണു, ചട്ടി നിലത്ത് വീണ് പൊട്ടി, ബോംബ് പൊട്ടിയതിന് തുല്യമായിട്ട്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, പിന്നെ ഇവരെ കൊണ്ടുപോയിട്ട് ഇവരെന്താ ചെയ്യാൻ പോകുന്നത്? FIR ഇട്ട് കേസ് കുടുക്കി ഇവരെ കോടതി കൂടെ കറക്കി അവരുടെ കയ്യിലെ കാശും കളഞ്ഞ് അവരെ തൂക്കിക്കൊല്ലാൻ പറ്റിക്കായിരുന്ന ഭാഗ്യം. കാരണം ഇവിടെ പീഡനക്കേസിലെ പ്രതികളെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെന്ന് ലുക്കൗട്ട് നോട്ടീസ് അടിച്ചു വിട്ട് പാർട്ടികളാണ് ഈ പറയുന്നത്.
പോലീസേ, എല്ലാ പോലീസുകാരും ഞാൻ ഇപ്പോഴും പറയാം ഇങ്ങനെയുള്ളവരായിരിക്കത്തില്ല. ഈ പോലീസുകാരൻ ഞാൻ പറഞ്ഞില്ല കറപ്റ്റഡ് ആണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാനോ ആ സിറ്റുവേഷനിൽ യഥാർത്ഥമായ പ്രശ്നം അറിയാതായി പോകുന്നതിൻ്റെ കാരണം നമ്മൾ ഇങ്ങനെ ഒരു ശീലം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ പുറത്ത് കാണുന്നവരുടെ പോടണ എന്ന് പറയുന്നൊരു സാധനം അവിടെ അറിയത്തുള്ളൂ. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് അതിലും വലിയ തെറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ പോകുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും, ഈ വന്ന് അടുത്ത് പറയുകയും ചെയ്യും. എന്നാണേലും പറയും. ഇതിപ്പോൾ എന്ത് പറയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവരെ പിടിച്ചുകൊണ്ടിട്ട് എന്ത് ചെയ്യും? ഈ പറഞ്ഞ ആൾക്കാരെ ഈ പറഞ്ഞ പോലെ ചെയ്യാനാണോ? അല്ലല്ലോ. അവരെ അവിടെ ഇരുത്തി ഈ സംഭവം ഒത്തുതീർപ്പാക്കി ഇനി പ്രശ്നങ്ങളുണ്ടായിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നല്ലേ ചെയ്യുന്നത്. ഞാൻ അവരെ എനിക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും അവർ വന്നിരുന്നെങ്കിൽ. ഞാൻ ഈ നാളെ ഏത് സമയത്ത് പറയുന്നത് എനിക്കൊരു 3 മണിക്കൂർ സമയം മതി. ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്നുണ്ട്. ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രാൻസ്പെറൻ്റായിട്ട് ഫണ്ട് മാനേജ് ചെയ്യുന്ന ചാരിറ്റി എന്ന് പറയുന്ന സംവിധാനത്തിലുണ്ടായ ഈ പ്രസ്ഥാനത്തിലുണ്ടായ സകലവിധ തട്ടിപ്പുകളും തടയാനും ഇല്ലാണ്ടാക്കാനും ഈ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കാനും വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് അതിലൂടെ സഹായങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ ഒരാളെ നടത്തുന്നുള്ളൂ. ഇത് അങ്ങനത്തെ ഒരാളാണ്. അങ്ങനെയാണ് ഞാനിത് പറയുന്നതെങ്കിൽ എനിക്കത് പറയാനുള്ള എല്ലാ സാധനവും എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഒരുത്തിന് 1 രൂപ അടിക്കാതെ നമ്മൾ കാണാൻ പൈസ അങ്ങോട്ടിട്ട്, ഇതേപോലെ കണ്ടവൻ്റെ കാശിന് കാറൊന്നും ഞാൻ മേടിച്ചിട്ടില്ല, ആരെയും പറ്റിച്ച് ഒരു സാധനവും ചെയ്തിട്ടില്ല ഇന്നേ വരെ. എനിക്കത് പറയാൻ അപ്പോൾ ഈ പറഞ്ഞ പോലീസ് ഓഫീസറെക്കാളും ചിലപ്പോൾ കുറച്ചുകൂടി കൊള്ളാമെന്നുള്ള ഞാനാവാൻ സാധ്യതയുണ്ട്. കാരണം അത്രയും പണി ചെയ്യാം. ഇനി അങ്ങോട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നാളെ ചിലപ്പോൾ ഇത് എന്താകുമെന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സാധനത്തിലോട്ട് ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നതും. ഇപ്പോഴും ഞാൻ അത്യാവശ്യം എന്താ പറയണ്ടേ, എനിക്ക് അങ്ങനെ ആ കാര്യത്തിൽ ഇടപെടാനുള്ള റൈറ്റ്സ് ഉള്ള പോലെ ഞാനൊരു നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ ഗവൺമെൻറ് അപ്രൂവ്ഡ് ഒരു ട്രസ്റ്റിൻ്റെ മാനേജിങ് ഡയറക്ടർ മാനേജിങ് ട്രസ്റ്റി അയാളാണ് പറയുന്നത് ഇത്. അല്ലാതെ ഞാൻ ചുമ്മാ വെറുതെ അങ്ങനെ പറഞ്ഞതല്ല. ഞാൻ ഇതുപോലത്തെ വേറെ ഒത്തിരി കേസ് കെട്ടുകളിൽ ഇടപെടാറുണ്ട്, പോലീസിന് കേസ് കൊടുക്കാറുണ്ട്, പരാതികൾ കൊടുത്ത് കേസാക്കാറുണ്ട്, പോലീസിലെടുത്തില്ലെങ്കിൽ അത് കേസാക്കാനുള്ള പരിപാടികൾ നടത്താറുണ്ട്. ഇതൊന്നൊന്നുമല്ല, കുറേ എണ്ണം നടത്തിയിട്ടുണ്ട്. അല്ലാതെ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ചിട്ടുമുണ്ട്. എനിക്കുമുണ്ട് എക്സ്പീരിയൻസ്. ഓൺ ദ സ്പോട്ട് ഇതിനേക്കാൾ വലിയ ഇഷ്യൂ ഞാൻ പരിഹരിച്ച് വിട്ടിട്ടുണ്ട്. പ്രശ്നമില്ലാതെ, രണ്ടുപേർക്കും പ്രശ്നമില്ല, പരാതിയില്ല, രണ്ടുപേരുടെയും കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തി വിട്ടിട്ടുണ്ട്. പിള്ളേരെ ഞാൻ വേണ്ടി എടുത്ത് കാണിച്ചു തരാം. എനിക്ക് 3 മണിക്കൂർ 4 മണിക്കൂർ തന്നാൽ മതി. അത്രയും സമയം നിങ്ങൾ കളയണ്ട. എന്തിനാണ് ഗവൺമെൻറ്റിൻ്റെ കാശിന് വേറെ എന്തെല്ലാം ക്രിമിനൽ കേസുകളിലൂടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. 2-2.5 ലക്ഷം രൂപ 2.5 ലക്ഷം എന്തോ ക്രിമിനൽ കേസസാണ് വെബ്സൈറ്റിൽ കാണുന്നത്. നിങ്ങൾ അതിൻ്റെയൊക്കെ പുറകെ പോകാൻ പറഞ്ഞാൽ, എന്നിട്ട് ഈ പറഞ്ഞ സമയം കൊണ്ട് ഞാനിത് ക്ലിയർ ചെയ്തെന്നാൽ നിങ്ങൾ എനിക്കെന്ത് തരും എന്നൊക്കെ പറയുന്ന ചലഞ്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവർക്കിതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഈ മുടി, ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിൻ്റെ മുടിയെ പിടിച്ച് വലിച്ചപ്പോൾ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ്, അതിന് പുറകോട്ടുള്ളതൊക്കെ എനിക്കറിയാം. ഇവർ സംസാരിക്കുന്നതിനേക്കാളും ബെറ്ററായിട്ട് എനിക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അവരൊക്കെ എനിക്ക് നേരിട്ടറിയാവുന്നവരാണ്. അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടായവരും ഈ പ്രശ്നങ്ങളെല്ലാം ഒരു എന്താ പറയണ്ടേ, ഇവർ തമ്മിലുള്ള ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നമേ ഉള്ളൂ. അതിനെ പരിഹരിക്കാനൊക്കെ പറ്റും. അതിന് എനിക്ക് പറ്റിയില്ല. ഞാൻ വേറെ ആൾക്കാരെ, ഞാനിവിടെ കൗൺസിലേഴ്സ് ഉണ്ട്, സൈക്യാട്രിസ്റ്റ് ഉണ്ട്. ഇതിനിടയിൽ വേണേൽ ഇവർക്ക് മനസ്സിലാകുന്ന ഭാഷ ഉണ്ടെങ്കിൽ അതും പറയിക്കാൻ ആളുണ്ട്. ഇവരോട് നമുക്കിരുന്ന് സംസാരിക്കാൻ അറിയാം. ഞാൻ നേരിട്ട് പരിഹരിച്ചിട്ടുള്ളൂ, ഒറ്റയ്ക്ക് നിന്ന് സംസാരിച്ച് നടത്താറുണ്ട്. അപ്പോഴാണ് ഇവിടെ കിടന്നുകൊണ്ട് ഈ പരിപാടിയൊക്കെ എൻ്റെ അടുത്ത് അവതരിപ്പിച്ചാൽ എനിക്കൊന്നും തോന്നത്തില്ല. അത് അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. സംഘർഷാവസ്ഥയാണെങ്കിൽ ഇവരെ കാണാറുമില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യമായ പ്രശ്നം ഉണ്ടായാൽ ഇവരെ കണ്ടിട്ടുമില്ല. ഈ പോലീസുകാരൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നാട്ടുകാരൊക്കെ കൂടിയാവും ചിലരെയൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നത്. അയ്യോ. പിന്നെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്നിട്ട് ഇങ്ങനത്തെ അഭ്യാസം ടോട്ടലി ഒന്ന് ഒഴിവാക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നമുക്ക് പോലീസുകാരുടെ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് എന്താണ് അവരുടെ ഡ്യൂട്ടിയിൽ ചെയ്യേണ്ടതെന്ന് അറിയാത്ത, എങ്ങനെയാണ് ഈ ഡ്യൂട്ടിയിൽ ബിഹേവ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വയലേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത പോലും ആളുകളാണ് ഞാൻ പരാതിപ്പെട്ട ആൾക്കാർ. മനസ്സിലായോ? ഇപ്പോൾ പറഞ്ഞ് എന്തിനാ ഇതൊക്കെ പറഞ്ഞ്? ബറോസ് എന്ന് പറയുമ്പോൾ, ബറോസിന് ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിനകത്തുള്ള, അല്ലെങ്കിൽ ഇതിനകത്ത് മുഴുവനുള്ള ഇന്ത്യ മുഴുവൻ നടക്കുന്നൊരു തട്ടിപ്പിനെതിരെ
ഒരു വെബ്സൈറ്റ് വഴി ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സിനിമ കാണാതെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞവർ കേട്ടവർ ഇത് മനസ്സിലായവർക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് അത് എന്താ പറയുക സിനിമ കാണാതെ ഇത് കൊള്ളത്തില്ലെന്നോ അല്ലെങ്കിൽ കാണരുതെന്നോ പറയുന്നത്. ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയുന്ന പോലെ ഞാൻ ഇതിനകത്ത് പറയുന്നത് കേട്ടോ. അല്ലാതെ ഞാനിത് നിങ്ങളെ കൊണ്ട് ഇത് കാണിപ്പിച്ചിട്ട്, അതായത് വല്ലവൻ്റെ നിന്ന് നക്കാപ്പിച്ച് മേടിച്ചിട്ട് സിനിമ സൂപ്പറാണ് എല്ലാവരും പോയി കാണണം എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല. എനിക്കിഷ്ടപ്പെട്ടാൽ ഞാൻ പൈസ കൊടുത്ത് കണ്ടിട്ട് എനിക്ക് ആ പടം എനിക്ക് എൻജോയബിളാണെന്ന് തോന്നിയാൽ എൻ്റെ ടേസ്റ്റിലുള്ള ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, നല്ലതാണെന്ന്. പിന്നെ ഞാൻ ഈ മോശമാണെന്ന് പറയുമ്പോൾ എങ്ങനെ പറയുന്നതെന്നറിയോ, കുറേ പേര് പറയും അത് അബദ്ധം പറ്റിയെന്ന് പറയും, കയറിപ്പോയി കളയാ പറ്റിപ്പോയി, പിന്നെ വേറെ പറയട്ടെ ഇന്ന പ്രശ്നങ്ങളാണ്, വേറൊരാൾ പറയും ഒരു രക്ഷയില്ല. അങ്ങനെ കുറേ പേര് പറയുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ചിലപ്പോൾ ഒരു പബ്ലിക് ഒപ്പീനിയനോ റിവ്യൂ ഒക്കെ വരും അതിന് മുമ്പ്. അപ്പോൾ ഞാൻ പറയുന്ന റിവ്യൂ കണ്ടാൽ അറിയാം. പിന്നെ പടത്തിന് മുമ്പേ ചിലപ്പോൾ ഞാൻ പറയും ഇതിനൊരു സംശയം ഉണ്ടെന്ന് പറയും. ഈ പടത്തിന് സംശയമുണ്ട്, ബറോസിന് സംശയമുണ്ട്. ബറോസ് മോഹൻലാൽ ഡയറക്റ്റ് ചെയ്തതും പിന്നെ അതിൻ്റെ ട്രെയിലറും അതിൻ്റെ പാട്ടും പിന്നെ ലാസ്റ്റിൽ ഏതാണ്ട് ക്രിസ്മസ് വിഷൂടെ ആയപ്പോഴത്തേക്കിന് ഏകദേശം ക്രിസ്മസ് വിഷിനകത്ത് പിന്നെ അവർ രണ്ടാമത് ക്രിയേറ്റ് ചെയ്തായിരിക്കും ഇത്. ഒരു സുഖവുമില്ല, ഭയങ്കര എന്താ പറയണ്ടേ, ഈ ഓവർ മേക്കപ്പ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, നമ്മൾ മറ്റേ മേക്കപ്പ് അല്പം കൂടിപ്പോയോ ചേട്ടാ എന്ന് ചോദിക്കുന്ന പോലത്തെ 3D മനസ്സിലായോ? മറ്റേ ഏതൊരു സിനിമയുണ്ട്, മൂക്കില്ലാ രാജ്യത്തിനകത്ത് ഫിലോമിനെ ഒരുങ്ങി വരുന്നൊരു സീനുണ്ട്, ഏതാണ് ഈ കളവി എന്ന് ചോദിക്കത്തില്ല നമ്മുടെ കുതിരവട്ടം പാപ്പ. ആ അവസ്ഥയാണ് ബറോസ് എന്ന് പറഞ്ഞതിൻ്റെ 3D എഫക്റ്റും ഈ ആനിമേഷനോടെ കണ്ടപ്പോൾ തോന്നിയത്. ഇതൊന്നും വേറെ കണ്ടിട്ടില്ലാത്ത മലയാള സിനിമ മാത്രം കണ്ടിട്ടുള്ള, മോഹൻലാലിൻ്റെ പടം മാത്രം കണ്ടിട്ടുള്ള, മലയാളം എന്നുള്ള ഭാഷയില്ലാതെ വേറൊരു ഭാഷ മനസ്സിലാവാത്ത, ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒത്തിരി ആൾക്കാരുള്ളത് കൊണ്ട് കുറച്ചുപേരൊക്കെ വന്ന് കാണുമായിരിക്കും. കാണണമല്ലോ, അല്ലേ എന്തെങ്കിലും ഇറങ്ങുമ്പോൾ കാണുമായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളവർ കാണും. ഇപ്പോൾ ഈ പറഞ്ഞ മാർക്ക് ഭയങ്കര വയലൻസ് ആണെന്നൊക്കെ പറയുന്നവരും അങ്ങനെയുള്ളവരൊക്കെ തന്നെ. അത് പിന്നെ ആക്ഷനാന്നൊക്കെ പറഞ്ഞാൽ ജോൺ വിക്ക് എന്നൊക്കെ പറഞ്ഞു, ജോൺ വിക്കിൻ്റെ അപ്പനാന്നൊക്കെ നടന്നത് തന്നെ. അത് കണ്ടിട്ട് ഇമാരിത് ഉണ്ടാക്കിയേക്കുന്നത്, എന്നിട്ട് എവിടെ എത്താനാ ഒന്നും ആകാൻ പോകുന്നില്ല, അങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ ആ പടം ചിലപ്പോൾ ശരിയാ ഫസ്റ്റ് ടൈം ഇങ്ങനൊരു വയലൻസ് ഒക്കെ കാണിച്ച് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആൾക്കാർക്ക് ഉണ്ടാകും. പക്ഷേ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ വയലൻസ് ഒന്നും നടക്കത്തൊന്നുമില്ല. അങ്ങനത്തെ ഒരു പടങ്ങൾ ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് വലിയ വിരോധം തോന്നിയില്ല. കാരണം ഈ പടം ഇവിടെ കണ്ടില്ല, വേറെ അടുത്ത് പോയി കാണും ആൾക്കാർ, അത്രേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ രീതിക്ക് നോക്കിയാൽ ഈ 3D ആണ്, ഓപ്പാണ്, മറ്റേ ഉണ്ട്, മരച്ചാണെന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ കൂടുതൽ കണ്ടിട്ടുള്ളവരുണ്ട് ഇവിടെ. അവർക്കാർക്കും ഇഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല. പിന്നെ മലയാളത്തിൽ ഈ 3D കാണുന്നതിന് കേൾവിക്കകത്ത് 3D വല്ലതും ആണോ, അതോ 8Dയിലാണോ സൗണ്ട്? അങ്ങനെ ഉണ്ടെങ്കിൽ ശരിയാണ്, മലയാളം പറയുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. പക്ഷെ വിഷ്വലിൽ നോ രക്ഷ. വിഷ്വൽ അത് ട്രെയിലറാണെങ്കിലും നമുക്ക് ഈ സ്ക്രീനിന് പുറത്തൊക്കെ ഇറങ്ങി വന്ന് കാണിക്കുന്ന എൻ്റെ സാധനത്തിനെ പറ്റി എൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്. അതിന് ഞാൻ മറന്നു പോയി താമസമൊക്കെ എന്തോ ആണ്, അല്ലെ അതെന്തോ ടെക്നോളജി എന്നോ എന്തോ അതിൻ്റെ പരിപാടിയെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ അത് കൂടുതലായിപ്പോയെന്ന് മാക്കാണ് പറഞ്ഞത്, എനിക്ക് പേര് കിട്ടുന്നില്ല. ഓവറാക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്നറിയോ, ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ, വൺ ആൻഡ് ഓൺലി കംപ്ലീറ്റ് യൂണിവേഴ്സ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴായിട്ട് പല പേരുകളിൽ അറിയപ്പെട്ട, സ്വന്തം ലെറ്റർ പാഡിൽ ദ കംപ്ലീറ്റ് ആക്ടർ എന്ന് എഴുതി ബ്ലോഗ് എഴുതിയിട്ട് അതിനിടയിൽ ദ കംപ്ലീറ്റ് ആക്ടർ എന്നെഴുതി ഒപ്പിട്ട ഒരാൾക്ക്, അതുപോലെ തന്നെ സമസ്ത കലാമേഖലകളിലും കായിക മേഖലകളിലും എവിടെയൊക്കെ ചെന്ന് തല കാണിച്ചോ അവിടെ എല്ലായിടത്തും നാണം കെട്ട, എന്തിനതേ പറഞ്ഞു മിലിറ്ററി വേഷം ഇട്ടിട്ട് ആ മിലിറ്ററിക്കാരെ വരെ നാണം കെടുത്തിയ, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഒരു ഇച്ചിരി പ്രശ്നമുള്ളൊരു പാർട്ടിയാണ് ഇതിൻ്റെ ഡയറക്ടർ. അതാണ് അതിൻ്റെ കാരണം. എന്നിട്ട് പറയാ മലയക്കോട്ടെ വാലുവിനെ ഇങ്ങനെ ആവേണ്ട പടമല്ലാന്ന്. ഈ ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് മോഹൻലാലിനെ കൊണ്ട് പടം എടുക്കണമെന്ന് വിചാരിച്ചു, അന്ന് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സമയം അന്നുകൊണ്ട് മോശമാണ് മമ്മൂട്ടിയെ കൊണ്ടും. അയാൾ ഈ പുതുമുഖങ്ങളെയും അല്ലാത്ത മറ്റു തരത്തിലുള്ള സിനിമകളൊക്കെ എടുക്കേണ്ടത്, അല്ല ഇവർക്ക് വേണ്ടി കഥ ഉണ്ടാക്കാൻ നിന്നിടത്താണ് ഈ പ്രശ്നം പറ്റുന്നത്. അതയാൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ ഐറ്റങ്ങൾക്ക് വേണ്ടി ചെറുപ്പക്കാരൊന്നും മറക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇനി ഇപ്പോൾ ഈ കാണിക്കാൻ പോകുന്ന ഡയറക്ടർമാർക്കൊരു നാണക്കേടത്.
കൊച്ചു പിള്ളേരെടുത്ത് ഇപ്പോൾ കണ്ടോണം കളിയാക്കുന്നത്. 25-ാം തീയതി കഴിയുമ്പോൾ ഇവിടെ എന്താവുമോ എന്തോ. കൊച്ചുങ്ങൾ പറയും, കൊച്ചു പിള്ളേർ പറയും ഇങ്ങനെ പറയും. ഇവർ കൊച്ചുങ്ങളെ പറ്റിക്കാൻ വേണ്ടി അന്നത്തെ ദിവസം മൈക്കൊക്കെ പിടിച്ചാൽ കൊച്ചിനോട് സൂപ്പറാന്ന് പറഞ്ഞാൽ കൊച്ചുങ്ങൾ പറയുമായിരിക്കും, പക്ഷേ അവർ മാറിയിരുന്ന് പറഞ്ഞോളും. എന്താ അതെന്ന് ചോദിക്കും. അത്രയേ ഉള്ളൂ. അതിനകത്തൊരു സംശയം വേണ്ട. പിള്ളേർ വേറെ കാർട്ടൂണൊന്നും കാണാത്തവരായിരിക്കണം, അല്ലെങ്കിൽ ഇതുപോലത്തെ ആനിമേഷൻ മൂവി കാണാത്തവരാണെന്ന് നിർബന്ധം പറയണം. മറ്റ് ആനിമേഷൻ മൂവിയിൽ കണ്ടിട്ടുള്ളവർ ഇത് കാണരുതെന്ന്. ഈ 18 വയസ്സിന് മുകളിലോട്ട് അല്ല താഴെ പ്രായമുള്ളവർ മാർക്കോ കാണരുതെന്ന് പറഞ്ഞ പോലെ പറയണം. മറ്റ് ഇംഗ്ലീഷിലോ അല്ല മറ്റ് എനി അതർ ലാംഗ്വേജ് മൂവീസ് എന്ന് വേണേൽ പറയാം. അതിനകത്ത് അവിടെയൊക്കെയുള്ള ഏതെങ്കിലുമൊക്കെ സിനിമകൾ ആനിമേഷൻ മൂവീസ് കണ്ടിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർ ഈ സിനിമ കാണണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ ആരും മോശം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായി. ഇപ്പോൾ 18 വയസ്സിന് താഴെയുള്ളവർ കാണരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ 18 വയസ്സുള്ളതിനകത്ത് കയറി എന്ന് പറഞ്ഞൊരു കംപ്ലയിൻറ്റ് ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ മാർക്കോയ്ക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. മാർക്കോയിൽ ഒരു ചെവി കടിച്ച് വെച്ചിരിക്കുന്നൊരു പോസ്റ്റർ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ആർട്ട് ഭയങ്കര മേക്കപ്പൊക്കെ കിടലിനാണ്. കാരണം വലിയ ചെവി, ആന ചെവി. അതെന്തോ ചെവിയാണോ അത്രയും താടിയൊക്കെ ഉള്ള ചെവി കടിച്ചെടുത്തത് ഏതോ സീനകത്താ ഏണൊക്കെ. അപ്പോൾ ഈ പടത്തിൻ്റെ റിവ്യൂ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു വേണം. ഒരു വെറൈറ്റി സാധനം കാണിച്ചു തരാം. ഇവിടെ അങ്ങനെയൊന്നും ആരും കാണിക്കത്തൊന്നുമില്ല. എല്ലാവരും റിവ്യൂ ഇങ്ങനെ ഇതാണെന്നാ വിചാരം, തിയേറ്റർ റെസ്പോൺസ് അതാണ്, അങ്ങനെയല്ല. ഇതല്ല, നമ്മൾ വെറൈറ്റി കാണിക്കാം. വെറൈറ്റി ഒരു സാധനം വരുന്നുണ്ട്. ബറോസിനോടൊപ്പം ഞങ്ങളും.